പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഒരു ദിവസം സ്വന്തം ഭാര്യയെ കാണാതിരുന്നാൽ ഭർത്താവ് എന്തെല്ലാമാണ് വിചാരിക്കുക? അവൾക്ക് എൻ്റെ കൂടെയുള്ള ജീവിതം മടുത്തിട്ടുണ്ടാവുമോ? അതോ അവളെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയുണ്ടോ? അതല്ലെങ്കിൽ അവൾക്ക് ആരോടെങ്കിലും ഇഷ്ടം തോന്നി അയാൾക്കൊപ്പം ഇറങ്ങിപ്പോയതാണോ? ഈ സംശയങ്ങളെല്ലാം ആ ഭർത്താവിനുണ്ടായിരുന്നു. ആരെക്കുറിച്ചാണെന്നല്ലേ പറയുന്നത്? പൗലോ കോലയുടെ സഹീർ എന്ന പുസ്തകത്തിലെ കഥാപാത്രത്തെക്കുറിച്ചാണ്. തൻ്റെ ഓടിപ്പോയ ഭാര്യയെ തേടിയുള്ള വളരെ സുന്ദരമുള്ള യാത്രയെക്കുറിച്ച് പറയുന്ന കഥയാണ് സഹീർ എന്ന് പറയുന്നത്. ഇത് കുറച്ചു കാലം മുമ്പ് വായിക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഒരു പരിഹാസമാണ്. തന്നെ വിട്ട് മറ്റൊരാളുമായി ഓടിപ്പോയ ഭാര്യയുടെ പിന്നാലെ പോകുന്ന ഭർത്താവിനെ കുറിച്ചുള്ള കഥ. പക്ഷെ ഇന്ന് വീണ്ടും വായിക്കുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല. കാരണം നമ്മുടെ ജീവിത പരിസരത്ത് തന്നെ വിട്ടുപോയ ഭാര്യയെ കാത്തിരിക്കുന്ന ഭർത്താക്കന്മാർ ഇന്ന് നമുക്ക് ചുറ്റുമുണ്ട്. എന്തുകൊണ്ടാണ് തൻ്റെ ഓടിപ്പോയ ഭാര്യയെ സഹീർ എന്ന് പേരിട്ട് അദ്ദേഹം തെരഞ്ഞു പോകുന്നത് എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ കഥാപാത്രത്തെ അവരുടെ ഇഷ്ടങ്ങളെ കണ്ടെത്താൻ അവരുടെ ഭാര്യയായ എസ്തർ എത്രമാത്രം സഹായിച്ചു എന്നുള്ളത്. അവർ പോകാനുള്ള വഴിയെല്ലാം ഈ ഭർത്താവ് സഞ്ചരിക്കുന്നുണ്ട്. ഓടിപ്പോകാൻ സാധ്യതയുള്ള മൈക്കിളിൻ്റെ അടുത്ത് ഇദ്ദേഹം എത്തുന്നുണ്ട്. മൈക്കിളിൻ്റെ കഥ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിത ലക്ഷ്യം പഠിപ്പിച്ചു കൊടുത്തത് എസ്തറാണ്. ഈ മൈക്കിളുമായി കുറച്ച് ദിവസം ഈ എസ്തർ ജീവിച്ചിട്ടുണ്ട്. അതിനുശേഷം നാടോടികളുമായി കഴിഞ്ഞ കാലത്തെ ഓർക്കുവാൻ നാടോടികളുമായും ഇയാൾ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂടെ എസ്തർ ഉണ്ടായിരുന്നു എന്ന് ഇദ്ദേഹം ഉറപ്പുവരുത്തുന്നുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൂടെയും എസ്തർ ഓടിപ്പോയതിനു ശേഷം മേരി എന്ന കഥാപാത്രം ഉണ്ടായിരുന്നു. മേരി ഇദ്ദേഹത്തിന് ഇടയ്ക്ക് ആക്സിഡന്റ് പറ്റുമ്പോൾ സ്വന്തം ഭാര്യ സംരക്ഷിക്കുന്നതുമായി സംരക്ഷിക്കുന്നുണ്ട്, എല്ലാ സ്നേഹവും കൊടുത്ത്. അവസാനം മേരി ഇദ്ദേഹത്തോടൊപ്പം കഴിയേണ്ട ആഗ്രഹം പറയുമ്പോൾ സഹീറിനെ എന്തിന് തേടിപ്പോകുന്നു എന്ന് ഈ കഥാപാത്രം വിവരിക്കുന്നുണ്ട്. മറ്റെന്തിനേക്കാളും ഞാൻ ഈ എസ്തറിനെ സ്നേഹിച്ചത് കൊണ്ടല്ല ഞാൻ അവളെ തേടിപ്പോകുന്നത്, അവൾ എന്നെ മനസ്സിലാക്കിയത് കൊണ്ടാണ്. എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ കിറുക്കുകളും അവൾക്കറിയാമായിരുന്നു. അവളുടെ കണ്ണിലൂടെയാണ് ഞാൻ ഈ ലോകത്തെ കണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവസാനം കസാക്കിസ്ഥാനിലേക്ക് എത്തുമ്പോൾ 2 വർഷവും മാസങ്ങളും 11 ദിവസവും 13 ദിവസമെല്ലാം അദ്ദേഹം കറക്റ്റായിട്ട് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്രയും കാലത്തെ യാത്രയ്ക്ക് ശേഷം എസ്തറിനെ കണ്ടുമുട്ടുമ്പോൾ അതിനുശേഷവും അദ്ദേഹം ഡോസുമായി എന്നുള്ള യുവാവുമായി കണ്ടെത്തുന്നുണ്ട്. ഡോസിന്റെ ജീവിത ലക്ഷ്യം നിർണയിച്ചു കൊടുക്കുന്നതും എസ്തറാണ്. അങ്ങനെ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്കെല്ലാം അവരുടെ ജീവിത ലക്ഷ്യത്തിനും അവരുടെ ജീവിതത്തിന് വെളിച്ചവും കൊണ്ടുവരാൻ ഈ എസ്തറിനെ സഹായിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലും വെളിച്ചം കൊണ്ടുവരാൻ സഹായിച്ചത് എസ്തറാണ്. അതുകൊണ്ട് തന്നെയാണ് എസ്തർ ഇല്ലാത്ത ലോകം ഇദ്ദേഹത്തിന് ശൂന്യമായി പോയത്. അവസാനം തൻ്റെ സഹീറിനെ അല്ലെങ്കിൽ എസ്തറിനെ കണ്ടുമുട്ടുമ്പോൾ എസ്തർ ഗർഭിണിയായിരുന്നു. ആകാശം ഇടിഞ്ഞ് തലക്ക് വീഴുന്നതുമായി തോന്നി. പിന്നെയും അദ്ദേഹം ആ തിരിച്ചെടുത്തുകൊണ്ട് അദ്ദേഹം സ്നേഹത്തിന്റെ ഭാഷയിൽ തിരിച്ചു വിളിക്കുന്നില്ല. ഈ എസ്തർ തന്നെ തിരിച്ചു വരാൻ കാത്തിരിക്കുകയായിരുന്നു. എസ്തറും ഇദ്ദേഹത്തെ കാത്തിരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ അതിൻ്റെ അവസാനം കാണുന്നത്. നമുക്കറിയാവുന്നതുപോലെ സ്നേഹിക്കുന്നതിനപ്പുറം ഒരു ഭർത്താവിനെ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജീവിത ആഗ്രഹങ്ങൾ മനസ്സിലാക്കി നൽകുന്ന ഒരു ഭാര്യയെ തേടിയുള്ള ഭർത്താവിൻ്റെ യാത്രയാണ് സഹീർ വിവരിക്കുന്നത്. അതുപോലെ നമ്മുടെ പങ്കാളികളെ മനസ്സിലാക്കാൻ നമുക്കും സാധിക്കട്ടെ എന്ന് ഈ വായനാ ദിനത്തിൽ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.